സോ ഇന്ന് മോഡേൺ ഇന്ത്യയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് ഒരു 5 കമ്പനികളെ പറ്റി. അതായത് ഫോർ എക്സാമ്പിൾ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. Vasco da Gama was the first European to reach the India at Calicut in 1498. So നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും, who was the first European to reach in India at Calicut in 1498? അപ്പോൾ വാസ്കോ ഡി ഗാമ. സോ ഇനി അടുത്ത ചോദ്യം, ഫ്രാൻസിസ്കോ ഡി അൽമീഡ was the first Portuguese governor in India. ആരായിരുന്നു ഫസ്റ്റ് പോർച്ചുഗീസ് ഗവർണർ ഇൻ ഇന്ത്യ? ഫ്രാൻസിസ്കോ ഡി അൽമീഡ. സോ ഈ വാസ്കോ ഡി ഗാമ ആൻഡ് ഫ്രാൻസിസ്കോ ഈ 2 പേരും ഇമ്പോർട്ടൻ്റ് ആണ്. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. ആൻഡ് ദ ഡേറ്റ് ഷുഡ് ബി മെൻഷൻഡ് ആൻഡ് ദ പ്ലേസ് ദി വിസിറ്റഡ് ആൻഡ് ഹൂ ഇസ് ദ ഗവർണർ. പോർച്ചുഗീസ് ഗവർണർ ഇൻ ഇന്ത്യ അറ്റ് ദാറ്റ് ടൈം വാസ് ഫ്രാൻസിസ്കോ. ഓക്കെ, സോ ദിസ് ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് 2 points. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് ഫാക്ടറി അവർ ഓപ്പൺ ചെയ്യുന്നത് സൂററ്റിലായിരുന്നു in 1613. എന്നിട്ട് ഫോർട്ട് വില്യം എസ്റ്റാബ്ലിഷ് ചെയ്തു എവിടെയാണ്? കാലിക്കറ്റിൽ in 1700. സോ ഈ ഡേറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പഠിക്കേണ്ടത് ഡേറ്റുകളാണ്. അത് കൂടുതൽ ചോദ്യങ്ങളും അതിനെതിരെ വന്നിട്ടുണ്ട്. ലൈക്ക് ഈ ഡേറ്റ് മെൻഷൻ ചെയ്യാനുള്ള കൂടുതൽ ചോദ്യം ഹിസ്റ്ററി ചോദിക്കാറുണ്ട്. സോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പറ്റി പഠിക്കുമ്പോൾ ഫസ്റ്റ് ഫാക്ടറി ഓപ്പൺ ചെയ്ത സൂറത്തിലായിരുന്നു in 1613. എസ്റ്റാബ്ലിഷ്ഡ് ഫോർട്ട് വില്യം ഓഫ് കാലിക്കറ്റ് in 1700. ഇനി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പറ്റി പറയുമ്പോൾ അവരുടെ മെയിൻ സെൻറ്റർ ടിൽ 1690 പുല്ലിക്കട്ടാണ്. പുല്ലിക്കട്ട് വാസ് ദ മെയിൻ സെൻറ്റർ ടിൽ 1690. അവർ ബ്രിട്ടീഷ് ട്രൂപ്പിനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ഏത് ബാറ്റിലാണെന്ന് ചോദിക്കാം. ബാറ്റിൽ ഓഫ് ബഡേര ഇൻ ഏത് ഇയർ ആണ്? 1759. സോ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഇനി ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഫാക്ടറി അവർ തമിഴ്നാട്ടിലാണ് ഉണ്ടാക്കിയത് 1620 ടാങ്ക്യുബാർ ഇൻ തമിഴ്നാട്. പിന്നെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്ത്യയിൽ ഉള്ളത് സെറാംപൂർ ഇൻ ബംഗാൾ വാസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ഇന്ത്യ. സെറാംപൂരിൽ ബംഗാളിൽ. ഇനി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പറ്റി പറയുവാണെങ്കിൽ ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ കോൾബർട്ട്. കോൾബർട്ട് ആണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കണ്ടുപിടിച്ചത്. ഫസ്റ്റ് ഫാക്ടറി സൂററ്റിലായിരുന്നു in ഏത് ഇയറില? 1668. ഓക്കെ, ഒരു ക്വിക്ക് റിവിഷൻ. ഇന്ത്യ കമ്പനി വാസ്കോ ഡ ഗാമ വാസ് ദ ഫസ്റ്റ് യൂറോപ്യൻ ടു റീച്ച് ദ ഇന്ത്യ കാലിക്കറ്റ് in 1498. ഫ്രാൻസിസ്കോ ഡി അൽമീഡ പോർച്ചുഗീസ് ഗവർണർ ഇൻ ഇന്ത്യ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫസ്റ്റ് ഫാക്ടറി സൂററ്റിൽ ഓപ്പൺ ചെയ്തു in 1613. അതുപോലെ തന്നെ ഫോർട്ട് വില്യം ഓഫ് കാലിക്കറ്റ് in 1700 എസ്റ്റാബ്ലിഷ് ചെയ്തു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തോ അവർ പുല്ലിക്കട്ടിലാണ് ഫസ്റ്റ് മെയിൻ സെൻറ്റർ അവരുടെ. ടിൽ ഏത് ഡേറ്റ് വരെയായിരുന്നു? 1690. പിന്നെ അവർ ബ്രിട്ടീഷ് ട്രൂപ്പിനെ ഡിഫീറ്റ് ചെയ്ത് ഏത് ബാറ്റിലാണ്? ബാറ്റിൽ ഓഫ് ബഡേര in 1759. ഇനി ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഫസ്റ്റ് ഫാക്ടറി ഓപ്പൺ ചെയ്തത് ട്രാങ്കുബാറിലാണ്. ട്രാങ്കുബാർ ഇൻ തമിഴ്നാടു in 1620. അതുപോലെ തന്നെ സെറാംപൂർ ഇൻ ബംഗാളാണ് വാസ് ദർ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്ത്യ. പിന്നെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ അത് ഫൗണ്ട് ചെയ്തത് കോൾബർട്ടാണ്. ഫസ്റ്റ് ഫാക്ടറി സൂററ്റിലാണ് ഓപ്പൺ ചെയ്തത് 1668. I think it's clear for you. Please revise every day so that it will remain in your brain. Thanks for watching.